പറയുന്നുണ്ടോ? അല്ല, അതെല്ലാം നിലനിൽക്കെ തന്നെ ഞാൻ ചോദിക്കുന്നത് നിലനിൽക്കുമ്പോ സ്ത്രീകൾ മാത്രം നന്മയുള്ളവരായി അങ്ങനല്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചോദിക്കുന്നത്? സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ ഒരു പീഡന കേസ് കൊടുക്കുമ്പോൾ നോൺ വെയിലബിൾ ആയിട്ട് വകുപ്പില്ലാത്ത രീതിയിൽ എഫ്ഐആർ ഇടാൻ പറ്റും. അല്ല, സ്ത്രീകൾ ഇങ്ങനെ കുറെ പേരുദോഷം ഉണ്ടാക്കുന്ന കേസ് പുരുഷന്മാർക്കെതിരെ കൊടുക്കുമ്പോൾ മാത്രം ന്യൂസ് ആക്കി എന്നോട് ചോദിക്കുകയാണ്. അങ്ങനെയല്ല. ആരാണ് ഈ സ്ത്രീകൾ അങ്ങനെ ഉത്തരം പറയും? അവള് വന്നിട്ടല്ലേ ഇപ്പൊ പറയുന്നത്. അതെ. അപ്പൊ അതെങ്ങനെയാണ് അവർക്കെതിരായിട്ട് തീരുന്നത്? ഈ പ്രവണത ആർക്കാണ് കൂടുന്നത്? ഈ അടുത്ത് പന്തീരങ്കാവ് പീഡന കേസ് എന്നൊരു സംഭവം ഉണ്ടായി. അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സ്ത്രീധനം ചോദിക്കുകയും അതിനെ ചൊല്ലി അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത് അങ്ങനെ ഒരുപാടൊരു വിമർശനം അല്ലെങ്കിൽ ഒരുപാടൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്ന ഒരു കേസാണത്. ആ പയ്യനെതിരെ പോലീസ് അപ്പം തന്നെ കേസ് എടുക്കുകയും ഒരുപാട് വകുപ്പുകൾ ചുമത്തി നമ്മൾ കേരളം ഒന്നാകെ എല്ലാ മലയാളികളും ആ ഒരു പുരുഷനെതിരെ ശബ്ദിക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് വൈകുന്നേരം വന്ന ഒരു ന്യൂസ് എന്തെന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറയുന്നത്, എൻ്റെ അടുത്ത് സ്ത്രീധനം ചോദിച്ചിട്ടില്ല, ഗാർഹികമായിട്ട് എന്നെ പീഡിപ്പിച്ചിട്ടില്ല, സ്ത്രീധനം ചോദിച്ചിട്ട് എന്നെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടില്ല, അതെല്ലാം തന്നെയും വീട്ടുകാരും അഡ്വക്കേറ്റ്സും ഒക്കെ പറഞ്ഞ് കേസിന് ബലം കൂട്ടാനാണ് അതെല്ലാം പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്തരം കേസുകൾ പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ കൊടുക്കുമ്പോൾ ഈ കേസിന് ബലം കൂട്ടാനായി, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും വകുപ്പുകൾ ചുമത്താൻ വേണ്ടി ആവശ്യമില്ലാതെ മർദ്ദിച്ചതായും പീഡിപ്പിച്ചതായും എല്ലാം പറയുന്നത്, ആ ഒരു പ്രവണത ഇപ്പൊ കൂടിക്കൂടി വരുന്നുണ്ട്. മൈത്രേയൻ ഇതിനെ എങ്ങനെയാ കാണുന്നത്? ഇപ്പൊ ഈ ആവശ്യമില്ലാതെ, അതായത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ചുമത്തി കേസിൽ ഉൾപ്പെടുത്തി ഒരാളെ പീഡിപ്പിക്കുന്നത്, ഇപ്പം എല്ലാവരും ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് അയാൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടി ഇപ്പം പറയുന്നത് വരെ. അപ്പോഴാണ് കേസ് ഇപ്പം തിരിച്ച് ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയതോ അങ്ങനെയല്ല എന്നുള്ളത്. ഈ ഒരു പ്രവണത പല സ്ത്രീധന പീഡന കേസുകളിലും വരുന്നില്ലേ? സത്യത്തിൽ ഉള്ള കാര്യമല്ലല്ലോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. തെരഞ്ഞെടുക്കാതെ, സ്വന്തമായ ഒരു തെരഞ്ഞെടുക്കാതെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ, അവിടെ നിലവിലുള്ള നിയമങ്ങൾ വളരെ പ്രാകൃതമാണ്. അവിടുത്തെ കോടതിയെല്ലാം പ്രാകൃത കോടതിയാണ്. അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് രണ്ടുപേര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടത്തില്ല. അതുകൊണ്ട് ഈ വക്കീലന്മാരും അത് ഈ അവിടെ ഇരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാരും എല്ലാവരും ഇങ്ങനെ കൂടെ ചേർന്നിട്ടാണ് ആ കേസെല്ലാം എഴുതുന്നതും പറയുന്നത്. എഫ്ഐആറിനകത്ത് ഒരാൾ ചെയ്ത കുറ്റത്തിനനുസരിച്ചിട്ടുള്ള കേസാണോ അവിടെ ചാർജ് ചെയ്യാറുള്ളത്? നിങ്ങളിപ്പോ ഈ പെണ്ണുങ്ങൾ പറയുമ്പോൾ മാത്രം ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിനകത്തല്ല, ഇന്ത്യയിൽ എവിടെങ്കിലും ചെയ്ത കുറ്റത്തിന്റെ വകുപ്പ് പ്രകാരമാണ് ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും. കേസ് ബലപ്പെടുത്താൻ വേണ്ടി എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന, എന്ത് ചാർജ് ചെയ്യുന്നു, EDയും CBI എല്ലാം കൂടെ അവിടെ വന്ന് കിടന്നിട്ട് വകുപ്പുകൾ ചാർത്തുന്നത് മുഴുവനും ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി. എല്ലാ കേസും ഇങ്ങനെയാണ് പോകുന്നത്. സ്ത്രീകൾ പറയുമ്പോൾ മാത്രമുള്ളതല്ലത്. നിങ്ങൾ ഇത് സ്ത്രീകൾ മാത്രം പറഞ്ഞത് വലിയൊരു പ്രശ്നം. അത് എന്താണ്, പട്ടി മനുഷ്യനെ കടിച്ചാൽ ന്യൂസ് അല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ ന്യൂസ് ആകുക എന്ന് പറയുന്ന യുക്തി പോലുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ഇന്ത്യയിലുള്ള 99% കേസ് ചാർജ് ചെയ്യുന്ന എടുത്താൽ മുഴുവൻ കേസും ഇങ്ങനെ തന്നെ. അല്ല, സ്ത്രീകൾ ഇങ്ങനെ കുറെ പേരുദോഷം ഉണ്ടാക്കുന്ന കേസ് പുരുഷന്മാർക്കെതിരെ കൊടുക്കുമ്പോൾ മാത്രം ന്യൂസ് ആക്കി എന്നോട് ചോദിക്കുകയാണ്. അങ്ങനെയല്ല. അവിടെ ഉള്ള ഏത് കേസും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അനാവശ്യ വകുപ്പുകൾ ചേർത്ത് ആളുകളെ പീഡിപ്പിച്ച് വിഷമിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും, കേസ് ബലപ്പെടുത്തി കാശ് കൂടുതൽ നമ്മൾ കക്ഷിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ വക്കീലന്മാരും, ഇവരുടെ കയ്യിൽ നിന്ന് കാശെല്ലാം കൈക്കൂലി മേടിക്കുന്ന മജിസ്ട്രേറ്റുമാരും കൂടെ ചേർന്ന് അവിടുത്തെ പ്രാകൃത നിയമങ്ങളും ചേർത്ത് ഉണ്ടാക്കിയ മനുഷ്യരുണ്ടാക്കുന്ന കേസുകളേ ഉള്ളൂ. സ്ത്രീകൾ ചെയ്യുമ്പോൾ മാത്രം കുറ്റമായി വരികയും സ്ത്രീകൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് ന്യൂസ് ആകുകയും ചെയ്യുന്നു. അവർ ബലാത്സംഗം ചെയ്യാൻ അവർക്ക് കഴിവില്ലെങ്കിലും അത് ന്യൂസ് ആക്കുന്നതുമായിട്ടുള്ള യുക്തികൾ തന്നെയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലവാരത്തിൽ നിങ്ങൾ ചോദിച്ചുകൂടാത്ത ചോദ്യമാണ്. അല്ല, ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി എന്നൊക്കെ പറയാതെ, ഇതാണ് പുരുഷബോധമുള്ള സ്ത്രീയായി തുടരുന്നതിന്റെ ലക്ഷണം.
അല്ലല്ല, ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാല് ഇപ്പം ഒരു ഒരു സ്ത്രീ പീഡന കേസ് കൊടുക്കുമ്പോൾ ഇപ്പൊ അത് സ്ത്രീകൾക്ക് മാത്രം ഈ നിയമം അല്ല ഏത് കേസും അങ്ങനെ അല്ല തന്നെയാണ്. ഞാൻ ഒരു എനിക്ക് കാര്യം സ്ത്രീ പീഡന കേസിനെ പറ്റി മാത്രമായിട്ട് ഇത് ചുരുക്കിക്കൂടാന്നാ ഞാൻ ഈ പറയുന്നേ. അല്ല നിങ്ങൾ ആ ഞാനൊന്ന് കേരളത്തിനകത്തുള്ള ഏത് കേസ് എടുത്ത് നിങ്ങൾ നോക്കിക്കോ, കേസ് ബലപ്പെടുത്താൻ വേണ്ടി ഇഷ്ടം പോലെ വകുപ്പ് ചുമത്തുകയും കേസ് ദുർബലപ്പെടുത്തണമെന്ന് കൈക്കൂലി നിങ്ങൾ കൊടുത്താൽ മതി, ദുർബലപ്പെടുത്തുന്ന വകുപ്പ് ചുമത്തും. FIR എഴുതുന്നതിനകത്ത് പഴുതട്ട് എഴുതും. ഇതെല്ലാം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല അതെല്ലാം നിലനിൽക്കെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിലനിൽക്കുമ്പോ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ മാത്രം അല്ല നന്മയുള്ളവരായി അങ്ങനല്ല മാറണം എന്നാണല്ലോ. അങ്ങനല്ല അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് ചോദിക്കുന്നത്? സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ ഒരു പീഡന കേസ് കൊടുക്കുമ്പോൾ നോൺ ബെയിലബിൾ ആയിട്ട് വകുപ്പില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, അവർക്കെതിരെ കേസ് FIR ഇടാൻ പറ്റും. അവിടുത്തെ നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസ് ഇത് മാത്രമല്ല. അവിടുത്തെ UAPA മുഴുവൻ ഇങ്ങനെയാണ്. UAPA ചാർജ് ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ ആ എന്താണ് താഹയം കേസില്ലേ അലന്റെ, ആ കേസൊക്കെ എങ്ങനെയാണ് വെറുതെ വിട്ടുപോകുന്നത്? എത്ര നാളാണ് അവർ ജയിലിൽ കിടന്നത്? ഇപ്പൊ നമ്മള് ഈ ഡൽഹിയിലൊക്കെ ഇഷ്ടം പോലെ UAPA ചാർജ് ചെയ്ത ആൾക്കാർ കിടപ്പുണ്ട്. ഇത് മുഴുവൻ ഇങ്ങനെ തന്നെയാ. നോൺ ബെയിലബിൾ ആയ ഏത് കേസും പ്രശ്നം തന്നെയാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോ മാത്രം അല്ല സവിശേഷ ചർച്ച. അല്ലല്ല ഞാൻ അങ്ങനെ പൊതുവായിട്ട് ജനറലി പറഞ്ഞല്ല. സ്ത്രീ പീഡന അതായത് ഈ അത് കല്യാണത്തിന് ശേഷം തന്നെയാണ് സ്ത്രീ പീഡനം പ്രധാനപ്പെട്ടതായി വരുന്നത്. എന്തുകൊണ്ടാ? സ്ത്രീധനം ചോദിച്ചുള്ള കേസിന് മനസ്സിലായി, നമ്മള് എനിക്ക് ഒരു വിഷയം പുരുഷനെതിരെ മനസ്സിലായിട്ട് തന്നെ കേസ് ഞാൻ കൊടുക്കുമ്പോൾ പറയുന്നേ. ഞാൻ ഈ ചോദിക്കുന്നത്, അവിടെ നോൺ ബെയിലബിൾ ആയിട്ടുള്ള നൂറുകണക്കിന് കേസുകളുണ്ട്. അതെല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ മോശമായിട്ടാ ചെയ്യുന്നത്. പക്ഷേ കേസിന് ബലം കൂട്ടാൻ ഇപ്പൊ ഒരു പുരുഷൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ പോലും പറഞ്ഞില്ല, അങ്ങനെ പുരുഷനും സ്ത്രീകളുടെയും കഥയ്ക്കകത്ത് സ്ത്രീകൾ കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഇങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ പറയുന്ന നിയമം അവിടുത്തെ അങ്ങനെ എല്ലാ ആയതുകൊണ്ടല്ലേ അത് കേസുകളും നിയമം അങ്ങനെ നിയമം സ്ത്രീകൾക്ക് മര്യാദകളായിട്ട് അവിടുത്തെ പോലീസാണ് എഴുതുന്നതെന്ന്, അവിടുത്തെ വക്കീലന്മാരാണ് അത് എഴുതുന്നത്. അത് സ്ത്രീകൾ എഴുതുന്നതല്ല. ഞാൻ സ്ത്രീകൾക്കെതിരായി അല്ല പറഞ്ഞത്. ഞാൻ ചില പറഞ്ഞ സ്ത്രീകളെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. എനിക്കൊരു സംശയമില്ല, കാരണം ആ അല്ല ചോദ്യത്തിനകത്ത് അതാണ് ഉള്ളത്. എനിക്ക് ഞാൻ സംശയമില്ല. സ്ത്രീകൾക്കെതിരെ അല്ല പറഞ്ഞത്. നിങ്ങൾ എതിരല്ലെന്ന് നിങ്ങൾ പറയുമ്പോഴും പുരുഷ ബോധത്തിനകത്തെ ചോദ്യം തന്നെയാണത്. എങ്കിൽ പോലും സ്ത്രീകളായാൽ സ്ത്രീ പീഡന കേസിനകത്ത് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പറയുന്ന ഉത്തരം തന്നെയാണത്. അവിടുത്തെ നടക്കുന്ന എല്ലാ കേസുകളും ഇതേപോലെ അനീതി നിറഞ്ഞതാണ്. അത് ചർച്ച ചെയ്യേയില്ല, കാരണം അതിനകത്ത് പുരുഷന്മാര് മാത്രമേ ഉള്ളൂ. സ്ത്രീകളോടുള്ള വിവേചനം കൊണ്ട് ആ വിവേചനത്തിനെതിരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവരൊരു കേസ് കൊടുക്കുന്നത് തന്നെ തെറ്റാണെന്ന് കാണുന്ന ബോധത്തിനകത്തു നിന്ന് അവർ ശരിയായ കാര്യങ്ങളെ പറയാവൂ എന്ന് പറയുന്ന പുരുഷ ബോധത്തിനകത്തു നിന്ന് ആ ചോദ്യം ഉണ്ടാവുള്ളൂ. അല്ല അല്ലാതെ ഞാൻ ഉണ്ടാകില്ല. അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ മർദ്ദിച്ചു അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചു, നമുക്ക് അങ്ങനെ പറഞ്ഞ് കേസ് കൊടുക്കാം. പക്ഷെ ആ കേസിന് ബലം കൂട്ടാൻ അയാൾക്കെതിരെ FIRല് ഒരു ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഇതുപോലുള്ള ആരെഴുതുന്നു? സ്ത്രീ ആരെഴുതുന്നേ? പോലീസുകാർ പോലീസുകാരാരാണ്? പോലീസുകാരെഴുതുന്നത് പുരുഷന്മാർ അവരെവിടുന്നാണ്? അവര് ആണാന്നോ പെണ്ണാന്നോ സാധാരണ? പുരുഷന്മാരാ അപ്പൊ പുരുഷന്മാര് പിന്നെ ആരോടാ ഇത് പറയണ്ടേ? പുരുഷന്മാരോട് നീ ആ വകുപ്പുകളുള്ള നിയമം ഉണ്ടാക്കിയത് ആരാണ്? പുരുഷന്മാര് തന്നെ. പിന്നെന്തിനാണ് ഇതൊക്കെ പറഞ്ഞ സമയം നമ്മൾ അല്ല കളയുന്നത്? അല്ല ഞാൻ ചോദിക്കുന്നത് അത് ഇങ്ങനെ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സവിശേഷമായി എന്താ പ്രശ്നം അത് പറ. അവിടുത്തെ നിയമവ്യവസ്ഥ മുഴുവൻ തെറ്റാണെന്ന് പറയാനാണോ ഈ ചർച്ച തുടങ്ങിയത്? അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം. കാരണം കൂട്ടത്തിൽ ദുർബലമായ സ്ത്രീകൾ, ഇതിപ്പം നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല ദളിതർക്കെതിരായിട്ട് ഇതേപോലെ പറയും. അല്ല എന്റെ ചോദ്യം അങ്ങനെയല്ലായിരുന്നു. ഞാൻ അതിനെതിരെ അല്ല. തീർച്ചയായിട്ടും അതിനെതിരെ കേസ് കൊടുക്കണം, നിയമ നടപടികൾ സ്വീകരിക്കണം, എല്ലാം ചെയ്യണം. അപ്പോഴും ഈ സ്ത്രീധനം ചോദിച്ചുള്ള കേസ് സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ കൊടുക്കുമ്പോൾ ഈ ചെയ്യാത്ത കാര്യങ്ങൾ മർദ്ദിച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നില്ലെന്നേ ഞാൻ ആരുടെ ചോദിച്ചുള്ളൂ. പ്രവണതയാണ് കൂടുന്നത്? പെണ്ണുങ്ങളുടെ പ്രവണതയാണോ കൂടിയത്? അല്ല ഇത് വക്കീലന്മാരും പോലീസും കൂടെ ചേർന്ന് ചെയ്യുന്നതാണെന്ന് അതിന് ആരാണ് ഈ സ്ത്രീകൾ എങ്ങനെ ഉത്തരം പറയും? അവള് വന്നിട്ടല്ലേ ഇപ്പൊ പറയുന്നത്. അതെ അപ്പൊ അതെങ്ങനെയാണ് അവർക്കെതിരായിട്ട് തീരുന്നത്? ഈ പ്രവണത ആർക്കാണ് കൂടുന്നത്? വക്കീലന്മാരോട് ചോദിക്കേണ്ട ചോദ്യം അത്. കക്ഷികൾക്കെതിരെ എന്റെ കക്ഷിയെ ജയിപ്പിച്ചെടുക്കുന്നതിന് എന്തും പറയൂ എന്ന് പറയുന്ന വക്കീലന്മാരെ പറ്റി ചോദിക്കാത്തത് നിങ്ങള്.
ഈ FIR എഴുതുന്ന പോലീസുകാർ അങ്ങനെ എഴുതിക്കൂടാന്നുള്ള കാര്യം പോലീസുകാരോട് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? പോലീസുകാരെ പറ്റി നിങ്ങൾ എന്താ ചോദിക്കാത്തത്? അല്ല, അത് സമ്മതിച്ചു. അപ്പൊ പിന്നെ നിങ്ങള് ഈ പെണ്ണുങ്ങൾക്ക് എതിരായിട്ട് തന്നെയാണ് വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പുരുഷബോധത്തിലുള്ള ചോദ്യം തന്നെയാണ് നിങ്ങളത്. അല്ലാതെ നിങ്ങൾ പെണ്ണുങ്ങളെ നന്നാക്കാനൊന്നും വേണ്ട. അവര് കേസൊക്കെ പറയട്ടെ, കുറെ പുരുഷന്മാരൊക്കെ കിടക്കട്ടെ എന്ന് പറയും ഞാൻ. അതുകൊണ്ട് എല്ലാ ദിവസവും അതുകൊണ്ടാണ് മര്യാദകേടിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ പ്രതിഷേധത്തിനെ അക്രമമായി കാണുന്ന ആൾക്കാര് അക്രമികളായിക്കൂടാ എന്ന് ഒരാള് പറയുമ്പോൾ റോഡെ നടത്താതിരുന്നതാണ് പ്രതിഷേധിക്കുന്നത്. വിദ്യാഭ്യാസം കിട്ടാത്തതാണ് പ്രതിഷേധിക്കുന്നത്. സ്വന്തമായി തെരഞ്ഞെടുക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് അക്രമം എന്ന് തിരിച്ചറിയാത്ത ആൾക്കാരുടെ ചോദ്യവും ഉത്തരവുമാണ് അതൊക്കെ. ഒരു സ്ത്രീ എനിക്ക് പ്രതിഷേധമുണ്ടെന്ന് പറയുന്നത് അക്രമമായി കാണുന്നത് ആണ് ഈ പറയുന്ന അടിമത്തം എന്ന് പറയുന്നത്. അല്ല, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ എന്റെ ക്വസ്റ്റ്യന് അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച സ്ത്രീകൾക്കെതിരായിട്ടല്ല ഞാൻ സംസാരിച്ചത്. ഇങ്ങനെ കേസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രവണത കാണുന്നില്ല. ഇപ്പൊ തിരിച്ചുകൊണ്ട് ഈ പ്രവണത എന്ന് പറഞ്ഞാൽ ആരുടേതാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഈ പ്രവണത പെണ്ണുങ്ങൾ കേസ് കൊടുക്കുമ്പോൾ മാത്രം ഉള്ളതാണെന്ന് ആയി പറഞ്ഞോണ്ടിരിക്കുന്നേ. ഞാൻ പറയുന്നത് അവിടുത്തെ എല്ലാ കേസും അങ്ങനെയാണ്. ആ പ്രവണതയെ പറ്റി നിങ്ങൾ എന്താ കാണാതെ പോയത്? അല്ല, അത് ശരിയാണ്. അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്? ഞാൻ ഈ ഒരു കേസിനെ സംബന്ധിച്ച് ചോദിച്ചു വന്നപ്പോൾ ഈ കേസിനെ പറ്റി ചോദിക്കുന്നതിന്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പുരുഷന്റെ പെണ്ണ പുരുഷബോധപരമായ ചോദ്യമാണ് ആ ഫ്രെയിം ചെയ്യുന്നത്. ഇത് ഇങ്ങനത്തെ പ്രവണത പെണ്ണുങ്ങളുടെ അല്ല, അത് അവിടുത്തെ വക്കീലന്മാരുടെയും അവിടുത്തെ പോലീസുകാരുടേതുമാണ് ആ പ്രവണത. അവർ ഈ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീകൾ ഇങ്ങനെ ചെയ്യരുത്, സ്ത്രീകൾ നന്മയുള്ളവരായി തുടരണമെന്നുള്ള ബോധമുള്ള മനുഷ്യനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണത്. അല്ലാതെ ഒരു പ്രവണത കൂടിയിട്ടൊന്നുമില്ല. ഡൈവോഴ്സ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഉള്ളത്. ബാക്കി കേസുകളെല്ലാം ബലപ്പെടുത്താൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനകത്തും അനുചിതമായി എഴുതി ചേർക്കുന്ന വകുപ്പുകൾ ഉള്ളതാണ് എല്ലാ കേസും. അതിൽ നിന്ന് ഊരാനാണ് എല്ലാവരും പാടുപെടുന്നത്. പോലീസ് സ്റ്റേഷനെ പേടിക്കുന്ന സ്ഥലമാണ് മനുഷ്യർക്കുള്ളത്, അല്ലാതെ ആളുകളെ അസിസ്റ്റ് ചെയ്യുന്ന സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ. അവിടെ FIR എഴുതുമ്പോൾ അവരെഴുതി വെച്ച സാധനമാണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, ഒരു സ്ത്രീയും കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല ഇതുവരെ. അങ്ങനെ തന്നെത്താൻ കേസ് കൊടുക്കാൻ പോയത് ഒരു അരുന്ധതി റോയിയുടെ അമ്മയോ മേരി റോയിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷബാനോ ഒക്കെ ഇങ്ങനെയുള്ള വളരെ വിരളമായ സ്ത്രീകളെ ലോകത്തുണ്ടായിട്ടുണ്ട്. ബാക്കിയൊക്കെ പുരുഷന്മാർ തമ്മിൽ നടത്തുന്ന സാധനം, അല്ലാതെ അതിനകത്തൊന്നും സ്ത്രീകൾക്കൊന്നും ഒരു റോളും ഇല്ല. ആ റോളാണ് അവള് വന്ന് പറഞ്ഞത്. ഞാന് എന്റെ യഥാർത്ഥത്തിലുള്ള താല്പര്യം അനുസരിച്ചിട്ടല്ല ഇത്. അമ്മയും അച്ഛനും കൂടെ നടത്തിയ കേസും അവര് കൊടുത്ത കൈക്കൂലിയും അവര് കൊടുത്ത സ്ത്രീധനവും അവര് കൊടുത്ത കേസും അവര് കൊടുത്ത ഒരു വേറെ കുറെ പുരുഷന്മാരും എല്ലാം കൂടെ ചേർന്ന് വക്കീലും പോലീസുമായിട്ട് കളിക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിക്കുന്ന പുരുഷന്മാരും കൂടെ കളിക്കുന്ന ഒരു കളിസ്ഥലം മാത്രമാണ് ഇതൊക്കെ. അതുകൊണ്ട് ആ വന്ന് പറഞ്ഞ പെണ്ണിനോടൊപ്പം നിന്നാ മതി, അല്ല പ്രവണത കൂടിയെന്നൊന്നും പറയണ്ട. അതൊക്കെ മര്യാദയില്ലാത്ത പറച്ചില്ല. അവിടുത്തെ എല്ലാ കേസും ഇതുപോലെ തന്നെയാണ്. നിയമം തെറ്റിച്ച് എഴുതപ്പെടുന്ന FIR, നിയമം അനുചിതമായി ഉപയോഗിക്കുന്ന കേസുകളല്ലാത്ത ഒരു കേസെങ്കിലും ആ കോടതികളിൽ എവിടെങ്കിലും ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രവണത അവിടുന്ന് ആരംഭിച്ചിട്ടില്ല. അത് ഡൈവോഴ്സ് കേസ് കൂടുന്നെന്ന് പറയുന്നേ ഉള്ളൂ. അത് കാര്യം കൊണ്ട് തെരഞ്ഞെടുപ്പില്ലാതെ ശ്വാസം മുട്ടി കഴിയുകയും സ്വതന്ത്ര വ്യക്തികളാണെന്ന് പറയുകയും ചെയ്തിട്ട് വല്ലവനും ആലോചിച്ച് കല്യാണം കഴിക്കുന്ന കല്യാണങ്ങളെല്ലാം ഡൈവോഴ്സിൽ തീരും. അതിനകത്ത് എന്താ സംശയം? അതുകൊണ്ട് ഡൈവോഴ്സ് കൂടുന്നില്ലയോ എന്ന് പറയുന്ന പ്രവണതയുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ ചോദിച്ചാൽ മതി. അതിന് പകരം ഈ സ്ത്രീകൾ എന്തോ ആളുകളെ പിടിക്കാനായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അത് പുരുഷന്മാരുടെ ചോദ്യമാണ്, പുരുഷന്മാർക്ക് പറ്റുന്നതാണ്. അത് നിങ്ങൾ പുരുഷനും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങ് തീർത്താൽ മതി. അത് എൻ്റെ അടുത്ത് തീരത്തില്ല. അത്രയും തിരിച്ചറിവ് എനിക്കുണ്ട് ലോകത്തിനെ പറ്റി. നിങ്ങളുടെ ചോദ്യത്തിന്റെ കാമ്പ് കടക്കുന്നത് പ്രതിഷേധിക്കുന്ന സ്ത്രീകൾ അനാവശ്യമായി പുരുഷന്മാരെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ഇത് എല്ലാ കേസിനകത്തും അനാവശ്യമായ തരത്തിൽ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉൽപ്പന്നം മാത്രമാണ്. അത് സ്ത്രീകളുടെ തലയിൽ മാത്രമായിട്ട് കെട്ടിവെക്കരുതെന്ന് മാത്രമാണ് ഞാൻ അതിന് മറുപടി പറയുന്നത്. ഈ ചോദ്യം ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ ഈ മറുപടിയെ പറയാൻ പറ്റൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാര് പറയുന്നത് കേട്ട് ചോദ്യം ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ അവരുടെ ചോദ്യങ്ങളായി മാറും. പുരുഷന്മാരെന്ന് ഞാൻ പറയുമ്പോൾ പുരുഷനായി ജനിക്കുന്ന എല്ലാവരെയും പറ്റിയല്ല. പുരുഷത്വത്തിൽ അഭിമാനിച്ച്
മറ്റുള്ളവരെ കീഴടക്കി നിൽക്കണമെന്നും ഞങ്ങൾ ശരിയാണെന്നും വിചാരിക്കുന്ന പുരുഷബോധത്തിനെ പറ്റിയാണ് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കേസ് ബലപ്പെടുത്തി ജയിക്കുക എന്ന് പറയുന്ന യുക്തി വക്കീലിൻ്റെതാണ്. അവിടൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ അസംബന്ധം പിടിച്ച കോടതി, ലക്ഷക്കണക്കിന് കെട്ടിക്കിടക്കുന്ന കോടതി കേസ് വിജയിപ്പിച്ചെടുത്താൽ കാശ് കിട്ടിയാൽ അപ്പം മാത്രമേ കാശ് കിട്ടത്തുള്ളൂ. എല്ലാ ദിവസവും കേസ് മാറ്റിവെക്കും. അപ്പോഴെല്ലാം ഫീസ് മേടിക്കാൻ അല്ലാതെ സ്വതന്ത്രമായി ശമ്പളമില്ലാത്ത ഒരു വക്കീലന്മാരുള്ള ലോകത്ത് അവർ വേറെ എന്ത് ചെയ്യുമെന്ന എനിക്ക് വക്കീലന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അവരെന്ത് ചെയ്യും? കക്ഷികളുടെ നിന്നാണ് കാശ് മേടിക്കേണ്ടത്. കേസ് എത്ര നാൾ നീട്ടാൻ പറ്റുന്നോ അത്രയും നാളെ അവർക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും എംപ്ലോയ് ചെയ്തിട്ടുള്ളവരല്ല. എംപ്ലോയ് ചെയ്ത ആരാണ്? കക്ഷിയാണ് എംപ്ലോയ് ചെയ്തതെന്ന് അറിയാത്ത കക്ഷികളാണുള്ളത്. വക്കീൽ ഓഫീസിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുന്ന കക്ഷികളുള്ളവരാണ്. അവരെ എംപ്ലോയ് ചെയ്യുന്ന ആളാണ് അവര്. പക്ഷെ അങ്ങനെ അവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം വലിയ മേശയും വലിയ കസേരയും ഇട്ട് ഇവർ ഈ വക്കീലന്മാര് നമ്മളെ ഭരിക്കും. അവർ കോടതിയിലെ ജോലിക്കാരാണെന്നുള്ള ഭാവത്തിലാണ് നിൽക്കാറുള്ളത്. കോടതിയിൽ നിന്ന് അവരെ എംപ്ലോയ് ചെയ്തിട്ടില്ല. എംപ്ലോയ് ചെയ്യുന്നത് ഈ കക്ഷിയാണ്. കക്ഷിയുടെ ഇന്ന് കാശ് മേടിക്കുന്ന ഈ വക്കീലന്മാരുള്ളിടത്തോളം കാലം കേസുകൾ ഇങ്ങനെ നീളുക തന്നെ ചെയ്യും. ഇതുപോലത്തെ വകുപ്പുകൾ എഴുതപ്പെടും. ഇതുപോലത്തെ FIRകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതൊന്നും സ്ത്രീകളുമായി ഒരു ബന്ധമായില്ല. അപ്പൊ ഈ സ്വതന്ത്രമായ നിയമങ്ങളും ഈ സ്വതന്ത്രമായ വക്കീലന്മാരും ഇല്ലാത്തടത്തോളം കാലം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ തന്നെ തുടരും. കാര്യം കേസ് ബലപ്പെടുത്തിയാൽ മാത്രമേ കൂലി കിട്ടുന്ന ശമ്പളക്കാരനായ വക്കീല് ലോകത്തുണ്ടാകത്തുള്ളൂ. കക്ഷിയുടെ ഇന്ന് കാശ് മേടിച്ചെടുക്കുന്ന കാലത്തോളം വക്കീൽ കറക്റ്റായിട്ട് ഈ കേസ് മാറ്റി വെച്ചോണ്ടിരിക്കും. ഒരു സംശയം വേണ്ട. അപ്പൊ അടിസ്ഥാന പ്രശ്നം അവിടെ നടക്കുന്ന നീതിയോ ന്യായോ ഒന്നും ആ കോടതികളിലൊന്നും നടക്കുന്നില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കാതെ. അതൊക്കെ വേറെ തരത്തിൽ അതൊക്കെ മാറ്റി മനുഷ്യത്വപരമായിട്ട് പരസ്പരം ബഹുമാനപൂർവ്വം പഠിപ്പിച്ച് ഈ അസംബന്ധം പിടിച്ച കോടതികളൊക്കെ പൊളിച്ചു കളഞ്ഞ് മനുഷ്യര് പരസ്പരം സംസാരിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അവരുടെ ഇടയിൽ പറഞ്ഞു തീർക്കാനൊക്കുന്ന അവിടെ ആർബിട്രേഷൻ വെച്ച് അവർ തമ്മിൽ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ പിരിഞ്ഞു പോകാൻ അനുവദിക്കുന്നതും സ്വന്തം ഇണയെ തെരഞ്ഞെടുക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ നിങ്ങൾ ഈ പറയുന്ന മോശപ്പെട്ട വകുപ്പുകൾ ഇല്ലാത്ത കേസാക്കി അത് മാറ്റാനൊക്കത്തുള്ളൂ. പിരിയുമ്പോൾ അടിച്ചു പിരിയാതെ പരസ്പരം പറഞ്ഞു പിരിയാൻ പറ്റുന്നവരെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പം മാത്രമേ പറ്റൂ. അല്ലാതെ ഈ ജഡ്ജിക്ക് ബോധ്യമാകുന്ന നിലവാരത്തിൽ നിങ്ങൾ മറ്റേയാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കാനുള്ള നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്ത് വേറെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? കേസ് ജയിക്കാൻ വേണ്ടി എന്തും പറയുന്ന എല്ലാ കേസും ഇങ്ങനെ തന്നെയാണ്. അത് സ്ത്രീകളുടെ കേസ് മാത്രമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആ കോടതിയും അവിടുത്തെ നിയമവും അവിടുത്തെ കക്ഷികളും അവിടുത്തെ വക്കീലന്മാരും അവിടുത്തെ പോലീസും കൂടെ ചേർന്നുണ്ടാക്കുന്ന അസംബന്ധം പിടിച്ചതിന്റെ ഉൽപ്പന്നമാണ് നിങ്ങൾ പറയുന്ന കേസ്. അത് അഴിച്ചു പണിയാതിരിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയക്കാരന്മാരെന്ന് പറയുന്നവന്മാര് അവിടുത്തെ കൊട്ടാരത്തിൽ പോയിരിക്കുന്ന രാഷ്ട്രീയക്കാരന്മാരും കൂടെ ചേർന്നാണ് അതെല്ലാം ഉള്ളത്. അതിന് പകരം ഈ പാവം പിടിച്ച സ്ത്രീകളിൽ ചില പ്രവണത കണ്ടുവരുന്നു എന്നൊന്നും പറഞ്ഞ് സമയം കളയരുത്. മതി.